빔 삐빔 삐비비빔. 안녕하십니까? 이스마스. Alright, what should everybody do right now? Subscribe to this YouTube channel. ഷീന, എടോ തനിക്കെന്താ പറ്റി? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ താൻ. അല്ലായിരുന്നു, ഇങ്ങനൊന്നും അല്ലായിരുന്നു ഈ ഷീന. ലോകത്തെ വകവയ്ക്കാതെ ആടിയും പാടിയും നടന്നിരുന്നവളായിരുന്നു ഞാൻ. ചിന്തിക്കുന്നതിന് മുന്നേ പറയുന്നവൾ. അന്നൊക്കെ വീട്ടുകാര് പറയായിരുന്നു, അടങ്ങി നിന്നാലേ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. കല്യാണം പോയിട്ട് ഒരുത്തൻ നോക്കണമെങ്കിൽ പോലും അടങ്ങി ഒതുങ്ങി നിക്കണത്രേ. അന്ന് ഞാൻ പൊട്ടിയായതുകൊണ്ട് വിശ്വസിച്ചു. അവളുടെ പൊട്ടത്തരം മറച്ചു പിടിച്ച് മുന്നോട്ട് പോയപ്പോ അവളെ കല്യാണം കഴിക്കാൻ ഒരാള് വന്നു. കഴിച്ചു. പതിയെ പതിയെ അവളുടെ പഴയ സ്വഭാവങ്ങളൊക്കെ തിരിച്ചു വന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവളുടെ വീട്ടുകാര് പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് അടുക്കുന്നില്ല. ബിസിനസ് ഡീൽസ്, ട്രിപ്സ്, അങ്ങനെ നീളുന്ന ലിസ്റ്റുകൾ. മര്യാദയ്ക്ക് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പോലും അയാളെ സംസാരിച്ചിട്ടില്ല. ചില മനുഷ്യർ അങ്ങനെ ആയിരിക്കും എന്നോർത്ത് അവള് സമാധാനിച്ചു. പക്ഷെ പിന്നീട് എപ്പോഴോ അതൊക്കെ വെറുതെ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കൂടെ ഉള്ളതിനേക്കാൾ സന്തോഷമായതിനെ അവൾ അവനെ കണ്ടു. അത്രയും കാലം അവള് കോമളി കളിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത അവളുടെ ഭർത്താവ് ഈ ഇടയ്ക്ക് ഭയങ്കര സ്നേഹം. എന്തിനാണെന്നൊന്നും അറിയില്ല. I know, Mohan. You have a lot to explain. പക്ഷെ എന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു കൊല്ലം തനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? അന്ന സമയത്ത് ഒറ്റപ്പെട്ട ജീനയ്ക്ക് തനിക്ക് കൂട്ടുകൊടുക്കാൻ കഴിയും. അവളുടെ തെറ്റാണെന്ന് വിചാരിച്ച് മാറാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവളെ തിരുത്താൻ കഴിയും. I love you, Gina. I love you? ആ മൂന്ന് വാക്കിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്കറിയോ? മൂന്ന് വാക്കുമായിട്ട് എന്നെ നേരെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പറ. ഐ ലവ് യു പറയാൻ വന്നേക്കും. ആ ഡീലൊക്കെ ആയതിന്റെ സന്തോഷം. ശരിയാ, എന്റെ ഭർത്താവ് വളരെയേറെ സമ്പാദിക്കുന്നയാളാ. ജീനിയസാ, ബിസിനസ് പ്രോഡിജിയാണ്. കള്ളും കഞ്ചാവും ഒന്നുമില്ല. ആ തരുണിനെ പോലെ കണ്ടവളുമാരുടെ കൂടെ കിടന്ന് കൊടുക്കുന്നുമില്ല. പക്ഷെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് മിനിമമായി കൊടുക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്. അതില്ലെങ്കിൽ അവരും റൂംമേറ്റ്സും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആര് പറഞ്ഞു റെസ്പെക്ട് ഇല്ല എന്ന്? മോഹൻ മനോഹർ, റെസ്പെക്ട് പോയിട്ട് അക്നോളജ്മെന്റ് പോലും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും താങ്കൾ തിരക്കിയിട്ടില്ല. പറ, താനെന്ന് രാത്രി എന്നെ കിസ് ചെയ്തതിന് മുന്നേ എപ്പോഴും എന്നോട് 4 അക്ഷരം മര്യാദയ്ക്ക് സംസാരിച്ച്? രാത്രി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, വേറെ റൂമിൽ ഉറങ്ങുന്നു, ഒരു ഫ്രണ്ട് എന്ന പരിഗണനെങ്കിലും ഇല്ല. എന്നിട്ട് അയാൾ വന്നേക്കുന്നു. ലവാണത്രേ. ആ പരിശുദ്ധമായ വാക്ക് വെറുതെ ഉച്ചരിക്കാൻ പോലുമുള്ള അവകാശം തനിക്കില്ല. എന്തൊക്കെ പറയണേ ജീന? ചെയ്യാനുള്ളതെല്ലാം ചെയ്തല്ലോ, മതിയ. आरू, बोर हो रही है, बंद करे। अबे कैसी बात कर रही है? गुप्ता सर तोड़ डालेंगे हमको। छोड़ना यार, गुप्ता को पीरियड्स का एक्सक्यूज ही ठीक है। दोनों को पीरियड्स? मुझे पीरियड्स, तुम्हें फीवर, ठीक? हाँ हाँ ठीक है।
നമ്മളെന്താ ഇവിടെ? നിക്കണേ. ആരെയോ കണ്ണു വെച്ചൊന്ന് മനസ്സിലായി. ആ വച്ച്. ആരാണെന്നൊന്നും ചോദിക്കുന്നില്ല, വഴിയെ കാണാലോ. चल 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 इतनी एक्साइटेड क्यों? हर्ष आने वाला है। कौन? वो तुम्हारा फियांसा है? पर पहले बीच पे चलते हैं। इसीलिए मुझे भी साथ लिया। हाँ, कोई दिक्कत? हाँ, मुझे आइसक्रीम चाहिए, तब दिक्कत भाग जाएगी। ठीक है, आइसक्रीम है तो आइसक्रीम। और जो ഹോട്ടലിൽ കയറി ബൈക്കെടുക്ക്. ഓ ശരി. എന്നാലും ആരെങ്ങോട്ടേക്കാ പോണേ? ആർക്കറിയാം. എന്നാലും ഞാൻ ഓവർടേക്ക് ചെയ്ത് ഓട്ടോനെ ബ്ലോക്ക് ചെയ്യാം, നീ ചോദിക്ക്. അയ്യോ വേണ്ട, നീ ഒന്ന് പിറകപ്പോ. എന്ത് ഭംഗിയാടാ അവളെ കാണാൻ. ഏത്? ആ ഒതുങ്ങി നിൽക്കുന്നവളോ? അല്ലടാ, ആ ഓടിച്ചാടി നടക്കുന്നത്. എന്റെ മോനെ, അവളാ? അവൾക്ക് ഫിയാൻസ് ഉള്ളതല്ലേ? ഫിയാൻസയോ? ആന്ന്. ആര്? HR ഗ്രൂപ്പിലെ ഹർഷ് സിംഗ്. ഓ, എന്താ സ്പാർക്ക് കയറുന്നോ? ഇതെവിടം വരെ പോകുന്ന നോക്കട്ടെ. വാടാ. मॉम की कॉल है। हेलो, क्या है माँ? वहाँ क्या हुआ? हर्ष के बारे में ठीक ठाक बोलो ना। हाँ ठीक है। क्या हुआ? मॉम बुला रही है घर पर हर्ष के बारे में कुछ बोलने के लिए। चलते हैं। എന്താണ് വിളിച്ച? हर्ष, तुम यहाँ क्यों? कुछ बात करना है? यहाँ पर ठीक है ना? नहीं। अच्छा ऊपर चलते हैं। बताओ क्या हुआ? ऐसे कुछ हुआ? Let's break off. Break off what? Our wedding. Huh? What happened, Harsh? Did I do anything? Yeah, it is just you. What? The whole you. तुम मेरे एक्सपेक्टेशन से मैच नहीं करती. तुम बहुत चाइल्डिश हो, कुछ भी नहीं आती, बस फैशन करती जा रही है. मुझे हाई एम्बिशियस मैच्योर वुमन चाहिए. तुम्हारे जैसे मिडिल क्लास लड़की मुझे सूट नहीं होंगे. अगर शादी के बाद बोलूं तो और भी प्रॉब्लम्स होंगे. फिर डाइवोर्स, एलिमनी, ये सबके पीछे भागने का टाइम नहीं है मुझे. आई थिंक यू गेट इट. I got it. तुम्हारी mature woman. From the start, I wasn't interested in this wedding. So yeah, just understand. Yeah, you may go. അങ്ങനെ അവൻ പോയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവളുടെ കുട്ടികളെയൊക്കെ നിർത്തിക്കോളാൻ. ഞാൻ എന്ത് ചെയ്തിട്ടാ? അവന് വേറെ പെണ്ണിനെ ഇഷ്ടായിരുന്നു. ഈ ബിസിനസ് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരേ ഒരു അവസരമാണ് നീ ഒറ്റയടിക്ക് തകർത്തെ. എങ്ങോട്ടേക്കാ? എങ്ങോട്ടേക്കെങ്കിലും. അതെ, കണ്ടിടത്തൊക്കെ പൊക്കോ. ചീത്തപ്പേര് വരാൻ വേറൊന്നും വേണ്ട. Hello, Janu. Can I share with you, please? Okay. रो क्यों रहे हो? कुछ नहीं. आप सैड हो? वहाँ की भैया देने को कहा, ये लो, और घर पर ही ओपन करने को भी बोला. अच्छा, थैंक यू. എനിക്കറിയായിരുന്നു നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. क्या हुआ? कुछ नहीं, घर पर बात करते हैं. ठीक है. Are you serious? उस नल्ले ने ऐसे कहा? जाने दो ना जानू. अच्छा वो अभी चले गए. तुम्हारी माँ? പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഡിസപ്പോയിന്റഡ് ആസ് ഓൾവേസ്. അച്ഛൻ പോയതിന്റെ കൂടെ എന്റെ അമ്മയും പോയി. ഇപ്പൊ ഏതൊരു സ്ത്രീ എന്റെ അമ്മ എന്നും പറഞ്ഞ് നടക്കണം. Everything is gonna be fine. നിനക്ക് വേണ്ട നല്ലൊരു ചെറുക്കനെ ദൈവം കൊണ്ടുതരും.
तुम कौन हो भाई? मुझे क्यों मार रहे हो? ഞാൻ നിന്നെ കൊല്ലാത്തത് നീ കാരണം എനിക്ക് അവളെ കിട്ടുമെന്നറിയുന്നത് കൊണ്ടാ. അല്ലെ ഞാൻ തീർത്തേനെ. കൊള്ളം പന്നി, എന്റെ പെണ്ണിനെ നീ കരയിപ്പിക്കലടാ. अबे तू क्या बोल रहा है? कुछ नहीं समझ आ रहा. तुम बस ये समझो कि तुम्हारे डिसीजंस की वजह से मेरे हाथों से तुम मरा नहीं. ഞാൻ കൂടെ കിടക്കണം. വേണ്ടടാ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ ഉറങ്ങാൻ കുറച്ച് നേരം എടുക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ പെട്ടി പെട്ടി തുറന്നപ്പോൾ അവൾ കണ്ടത് ഒരു പേപ്പറും ഒരു ചോക്ലേറ്റുമാണ്. I'm coming for you soon. Just wait, darling. Huh? ഇതിപ്പോ ആരാ? ചോക്ലേറ്റ് ചോക്ലേറ്റ്. AD ഗ്രൂപ്പിലെ ചെയർമാന്റെ മോനുമായി നിനക്ക് ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊക്കോളണം. हेलो. मुझे ये शादी नहीं चाहिए. हाँ? What the fuck? मैं कह दिया, अब तो मुझे छोड़ो. गुड बाय. എന്തായി? അയാൾക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കാണാൻ പോലും വന്നിൽ. നാണമുണ്ടോ എന്റെ മുന്നിൽ നിന്ന് വന്ന് പറയാൻ? ഞാൻ കാരണം ഒന്നും കേൾക്കണ്ട. ഒരു ഉപകാരമില്ലാത്തത്. स्टेयर्स में पानी डाल दो. അയ്യോ, നിങ്ങളത് ചെയ്യരുതായിരുന്നു അമ്മേ. ഭവിഷ്യത്തുണ്ടോ? 23-24 വയസ്സോളം അയാൾക്ക്. ഇനി അവൾക്ക് ആലോചനകൾ വരും. നീ എത്ര പേര് ഇങ്ങനെ അടിച്ചിടും? നീ വീട്ടുകാരോട് പറഞ്ഞ കല്യാണം ആലോചിക്കും. എന്തായാലും നിന്റെ കമ്പനിയുണ്ട് അവളുടെ അമ്മയുടെ കണ്ണത്തിലും. എന്നിട്ട് ആ കമ്പനിയുടെ കൂടെ ഏറ്റെടുത്ത് നിനക്ക് നടത്താലോ. മോഹൻ, ആ ബാബ ഇന്ന് ജീനയുമായി ഡേറ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് ആക്ച്വലി ബന്ധവുമായി ഓക്കെയാണ്. ശരി ബാബ. അന്ന് നീ എന്നെ ആദ്യമായി കണ്ടു. സാരി എടുത്ത് ഒരുങ്ങി എനിക്ക് വേണ്ടി ഭംഗിയോടെ നീ പതിയെ എന്റെ ടേബിളിൽ വന്നു. പക്ഷെ നിന്റെ മുഖം അതിൽ നിറച്ചും പേടിയായിരുന്നു. നിനക്കറിയില്ലല്ലോ നീ എന്നെ കാണുന്നതിന് മുന്നേ ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു എന്ന്. ഹായ് മോഹൻ. യെസ്, ദാറ്റ്സ് മീ. മലയാളിയാണല്ലേ? അതെ, തൃശ്ശൂർ. ഞാൻ കോട്ടയം. അറിയാം. ഏ? അല്ല, തന്റെ അമ്മ എന്റെ അച്ഛനോട് പറഞ്ഞതാ. ഓ അങ്ങനെ. Order please. I would like arrabbiata pasta and red wine. You? I would like She'll make the order later. बाद में हो. ठीक है सर, आपकी ऑर्डर ले लो. नहीं, इनके ऑर्डर के साथ ले लो, पर वाइन अभी ले लो. Gina, you prefer wine, right? yeah, sure. Okay then. Okay sir. Thank you for being considerate. My pleasure. Are you interested in this? About what? The wedding? Why not? Aren't you? എന്താ തനിക്കെന്തെങ്കിലും? അയ്യോ അതല്ല, എനിക്കിതിനു മുന്നേ നീ നിന്ന് പരുങ്ങുമ്പോൾ നിന്റെ രണ്ടു പരുക്കങ്ങളും ഉയർന്നു കാണുമ്പോൾ തന്നെ എന്ത് രസാണെന്നറിയോ? എന്റെ മുന്നത്തെ ഒരു എൻഗേജ്മെന്റ് ബ്രേക്ക് ഓഫ് ആയതാ. ഓ, എന്ത് പറ്റി? അത് he found someone else. Oh, I would say his loss. Huh? The food, sir. നീ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോ ഈ ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊക്കെ നിന്റെ മുമ്പിൽ കൊണ്ടുതരാൻ തോന്നുന്നു. ഫുഡ് കൊള്ളാല്ലേ? ശരി, അപ്പോൾ നിന്റെ കണ്ണുകളെ ചെറുതാവും. താൻ അധികം സംസാരിക്കില്ല? അതെന്താ? അല്ല, ഒന്നും ചോദിക്കാത്തത് കൊണ്ട്. I don't have that much to question. ഇനിയും കിടക്കുകയല്ലേ നമ്മുടെ ജീവിതം. മനസ്സിലായില്ല. I would like to move forward with this relationship. തനിക്ക് ഓക്കെ അല്ലേ? Yeah, why not? ഞാനും ഓക്കെയാണ്. You sure? Yeah, I am. Okay. ലോകം കീഴടക്കി സന്തോഷമായിരുന്നു അന്ന് എനിക്ക് നിന്നെ കിട്ടിയപ്പോൾ. നിന്റെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് എത്തുന്നതിന് മുന്നേ ഞാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തി. എന്നും നീ എന്റേതാകുവാൻ, എനിക്ക് വേണ്ടി മാത്രമാകുവാൻ. പക്ഷെ ഇപ്പോ
ഇന്നും അടുത്തുണ്ടായത് കൊണ്ടാവാം നീ എന്നിൽ നിന്ന് അകലുന്നത് ഞാൻ കണ്ടില്ല. I will make you mine again, ജീന. കാരണം ജീനയില്ലാതെ മോഹന്റെ ലൈഫിന് ഒരു അർത്ഥവുമില്ല. ഹലോ, നിങ്ങള് വഴക്കായല്ലേ? അങ്ങനെ പറഞ്ഞ ജാൻവി എന്തായാലും അങ്ങോട്ടേക്ക് കുറച്ച് സംഭവങ്ങൾ എടുക്കാൻ വരും. ജീനെ അവള് വിളിച്ചപ്പോ സ്പേസ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. നമ്മളിവിടെ നിന്ന് ഡയറക്റ്റ് സിംഗപ്പൂരിൽ പോവും. തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം. വേണ്ടടാ, ദിസ് ഇസ് മൈ പ്രോബ്ലം, നോ our പ്രോബ്ലം. നിങ്ങൾ ഇതിനെ കുറിച്ച് സ്ട്രെസ് ആവണ്ട. ജസ്റ്റ് ഗെറ്റ് ദാറ്റ് ഡീൽ. സോ നിനക്കറിയാം. ഞാൻ ബിസിനസ് വേൾഡ് കയറിയിട്ട് 10 കൊല്ലായി. ശരി. എവറിത്തിങ് പാക്ഡ് റൈറ്റ്? യെസ്, ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിലല്ലേ? ഹാ, തരണിനെ കുറിച്ച് ഇല്ലായിരിക്കും. Oh, right, Mr. Alex. Right now? Oh, hell no. I'm in busy in the work though. Yeah, 5 hours? Might cost a whole flight ticket. Yeah, okay. क्या हुआ? Do you prefer traveling alone? हाँ? പോണ്ടവരടങ്ങാൻ എൻ്റെ കൂടെ മര്യാദക്ക് വരുന്നതിന് പകരം അവൻ്റെ ഇങ്ങനെയാണ് അവരെ പിയോ പോസ്റ്റ് ഒന്നും എടുത്തു കളയാണ്ടിരിക്കില്ല. കൊതിപ്പിച്ച് കിടക്കാൻ നാളെ ആവുമ്പോഴേക്ക് എത്തിയേക്കാമെന്ന് പോലും. എന്തിനാ നാളെ വരണേ? വരാണ്ടിരുന്ന പോരായിരുന്നല്ലോ. ഹലോ, മോള് ഉറങ്ങുവാണോ? ആയിരുന്നു. കുഴപ്പമില്ല. ബോലോ ബാബ. ആ, ഇപ്പൊ എവിടാ? ഞാൻ സിംഗപ്പൂരിലാ. ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. പാർട്ടിയിൽ നടന്ന ചില കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. ഹാ? വാട്ട്സ് ഹാപ്പനിങ് ജാൻവി? അത് ബാബ, നിനക്ക് വരുണിനെ ഇഷ്ടാണോ? അയ്യോ അല്ല, അത് തരുണുമായുള്ള കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി. അതിന് ഒരാളുമായി റിലേഷൻഷിപ്പ് കളിച്ച് നടക്കുവാണോ വേണ്ടത്? ബാബ, മോനെ, നിന്റെ അച്ഛൻ, അദ്ദേഹത്തിന് ബിസിനസ്സിലെ കളികളൊക്കെ നല്ലതാണ് അറിയായിരുന്നു. പക്ഷെ അയാൾ എത്തിക്സ് വിട്ട് പെരുമാറിയിരുന്നില്ല. അയാളുടെ ജീവിതത്തിൽ എത്രയോ സ്ത്രീകൾ ചുറ്റുമുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ റിസ്ക് എടുത്താണ് നിന്റെ അമ്മയെ അദ്ദേഹത്തെ സ്നേഹിച്ചത്. ജാൻവി, നീ പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരാളാണെന്ന് ഈ ബാബയ്ക്കറിയാം. മോളുടെ ഡൈവോഴ്സിനും വ്യക്തമായ ഒരു കാരണമുണ്ടെന്നും എനിക്കറിയാം. ബാബ എന്നും മോക്ക് സപ്പോർട്ടാണ്. പക്ഷെ ബന്ധങ്ങളെ വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോ മോളെ തന്നെ അതോർത്ത് കരയേണ്ടി വരും. ശരി ബാബ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. उस औरत को किसी न किसी तरह से मार डालने का जान भी नहीं बचना चाहिए, समझा? जी साहब. ഹലോ എവരിബഡി. അപ്പം കുറേയായി ഞാൻ വന്നിട്ടെന്നറിയാം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ട്യൂബേൾസിൻ്റെ എത്രാമത്തെ എപ്പിസോഡാണെന്നൊന്നും ഓർമ്മയില്ല. എത്രാമത്തെ എപ്പിസോഡ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തേക്കുക്കിൻ്റെ സീൻസ് കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ യൂൻമിൻ്റെ സീൻസ് അത്യാവശ്യമായിരുന്നു. ഇതൊരു യൂൻമിൻ സ്പിൻ ഓഫ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. കാരണം ഈ കഥയുടെ ഗതി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കഥയും ഈ സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ റൊമാൻസല്ല, ഇതിപ്പോൾ അവരടിയാണ്, എന്നാലും അവരുടെ ഇതിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഓൾസോ പിന്നെ എന്താ എപ്പിസോഡ് നല്ല ലേറ്റാണെന്നറിയാം. ഒബ്സസ്ഡ് ആൻഡ് ഡിവോട്ടഡ് എഴുതി കഴിയുന്നതിന് മുന്നേ ഈ എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി പകുതിയാക്കിയതാണ്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. ദ തിങ് ഈസ്, കഥ എൻ്റെ മൈൻഡിൽ തന്നെയുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് കഥ എങ്ങനെയാണ് പോകേണ്ടതെന്നറിയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റുള്ള സീൻസ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ പിന്നെ എങ്ങനെ അങ്ങിങ്ങായിട്ട് പറിച്ചെടുത്ത് ഇതാക്കുന്നതാണ്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അത്
ഗുഡ് ന്യൂസ് ബാഡ് ന്യൂസ് മിക്സായിട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് ഞാൻ ഏകദേശം കോളേജ് പാസ് ഔട്ട് ആവാറായതുകൊണ്ട് പല വർക്ക്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ പിന്നാലെയാണ് ഞാൻ ഓടുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ കുറേ സൈഡ് ഹസൽസ് ഞാൻ ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, കുറേ സംഭവങ്ങൾ ഒരുമിച്ച് എൻ്റെ തലയിൽ പെട്ടിട്ടാണുള്ളത്. നല്ല നല്ല തിരക്കാണ് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് പോയ്സൺ അടിച്ച് ചാവാൻ പോയതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നല്ല 1.5 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം അതൊക്കെ കുറേ ഫാക്ടേഴ്സൊക്കെ ഒരുമിച്ച് എല്ലാം കൂടി ദൈവം ഒരുമിച്ച് എൻ്റെ തലയിൽ തന്നുകൊണ്ട് ഞാൻ എന്താ പറയണ്ടേ, ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. സോ ദ തിങ് ഈസ്, ഇങ്ങനെ 2-3 സാധനങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ എപ്പിസോഡ് വരുന്നതിൻ്റെ സ്പീഡ് കുറയും. അതുകൊണ്ടാണ് 2 വേൾഡ്സും ലേറ്റ് ആയത്. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ കുറേ സമയം എടുത്തത്. ഒന്നാമത് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയായിരുന്നു. അതിൻ്റെ ഇടയിൽ പാരലലി ഞാൻ വളരെ മെല്ലനെ എഡിറ്റ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 വേൾഡ്സിന് പൊതുവേ 2 വേൾഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ്. എനിക്ക് ഭയങ്കര നെപ്പോട്ടിസം കാണിക്കുന്നൊരു കഥയാണ് 2 വേൾഡ്സ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കഥ. ആ കഥയുടെ ഗതി മാറുന്ന രീതി, നിങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ തലയിലോടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ എനിക്ക് ആ കഥ പോകുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാത്തയാണോ, ക്ലീശയാണോ, കാണാത്തയാണോന്നൊന്നും അറിയില്ല. ഞാനെൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ഒക്കെ വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല. അപ്പോൾ 2 വേൾഡ്സ് എനിക്ക് അങ്ങനത്തെ ഒരു കഥയാണത്. കാരണം അങ്ങനെ ആരും ചെയ്യാത്ത സ്റ്റോറി പ്ലോട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കഥ പോകുന്ന രീതി നോക്കുമ്പോൾ കുറേ ട്വിസ്റ്റും സംഭവങ്ങളും സാധനങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ അത്യാവശ്യം എഫേർട്ട് ഇടുന്നൊരു കഥയാണിത്. കാരണം ഞാൻ എപ്പോഴും ഒരു വൺ ഷോട്ടിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു കഥയ്ക്ക് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും സ്റ്റോറി ഡെവലപ്മെൻ്റ് ആണെങ്കിലും എന്തിനും ഞാനൊരു ഫോക്കസ് കൊടുക്കുന്ന ഈ ഒരു സീരീസ് സ്റ്റോറിക്കാണ്. ബട്ട് എന്നെ വല്ലാണ്ടൊരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഇതിനത്രയ്ക്ക് വ്യൂസും അല്ലെങ്കിൽ ഒരു വ്യൂസ് പോട്ടെ, ഒരു സപ്പോർട്ട് എനിക്ക് അത്രയ്ക്ക് കിട്ടുന്നതായി ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് അത്യാവശ്യം പേരുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ബട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടൊരു സംഭവം ഇടുമ്പോൾ അതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ സംഭവം ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ല. അതെന്നെ വല്ലാണ്ട് ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ഈ കഥേനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല ഈ കഥ ഉണ്ടാക്കിയിട്ടൊന്നും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ആ ഒരു ഹൈപ്പിങ്ങും അതൊക്കെ കൊണ്ടാണ് ഈ ചാനലേ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ടാണ് 2 വേൾഡ്സ് പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്. വെറുതെ ഞാൻ വലിച്ചൊന്നും കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എന്ന് പറയാം, 2 വേൾഡ്സ് എനിക്ക് കൺസിസ്റ്റൻ്റ്ലി ഇടണമെന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കോളേജും പിന്നെ ഇൻറ്റേൺഷിപ്പിൻ്റെയും കാര്യങ്ങളായതുകൊണ്ട് മിക്കവാറും ഇനി എപ്പിസോഡ്സ് എല്ലാം കുറച്ച് ലേറ്റ് ആയിരിക്കും. ഇനി മാസത്തിൽ എന്തായാലും ഒരു വീഡിയോ ഞാൻ ഒരെണ്ണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പം വരുന്ന വീഡിയോസ് അത് നിങ്ങൾ പ്രതീക്ഷിക്കണം. 4 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ വരും. അത് ഞാൻ എങ്ങനെയെങ്കിലും ചക്രശ്വാസം വലിച്ചിട്ടാണെങ്കിലും ഇടുന്നതായിരിക്കും. ആൻഡ് മോർ ഫ്രീക്വൻ്റായിട്ട് 2 വേൾഡ്സ് ഞാൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. 1 ഷോട്ട്സ് ഇനി ഇടുമോ ഇല്ലയെന്നറിയില്ല. ഞാൻ പരമാവധി 1 ഷോട്ട്സ് ഇടാൻ ശ്രമിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ ആപ്പിംഗ് സെഷൻ. അപ്പം അടുത്ത മാസം ബാക്കല. ബൈ.